ജെൻസി ആൽഫ ടീമൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കണം. 90s കിഡ്സ് വരെയുള്ളവരോടാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. കോളേജ് അഡ്മിഷന് അപേക്ഷാ ഫോം അയച്ചത് ഓർക്കുന്നുണ്ടോ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് വന്നത്, ജോലിക്ക് ആദ്യമായി അപേക്ഷിച്ചത്, ആദ്യത്തെ ഓഫർ ലെറ്റർ വന്നത്, ബാങ്ക് അക്കൗണ്ടിന്റെ ATM കാർഡ് വന്നത്, സർക്കാർ ജോലിക്കുള്ള ആ അഡ്വൈസ് മെമ്മോ, പാസ്പോർട്ട് വീട്ടിലേക്ക് വന്നത്, അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ തവണ പോസ്റ്റ്മാൻ വന്നപ്പോഴും ഏതോ ഒരു സ്വപ്നമായിരുന്നു ആ കവറിൽ ഭദ്രമായി എത്തിയത്. എത്ര തവണ രജിസ്റ്റേർഡ് ഉണ്ടോ എന്ന് നമ്മൾ പോസ്റ്റ്മാനോട് ചോദിച്ചിരിക്കുന്നു അല്ലേ? പക്ഷേ എപ്പോഴുമല്ല, ചിലപ്പോഴൊക്കെ നിരാശകളും ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ നിന്ന് വന്ന ചില രജിസ്റ്റേർഡുകൾ അത്ര നല്ലതായിരുന്നില്ലല്ലോ അല്ലേ? അതൊക്കെ പോട്ടെ. ഇപ്പോൾ പറയാൻ വന്നത്, ആ ഫീലിംഗ് ഒക്കെ ഇനി നമ്മുടെ നൊസ്റ്റാൾജിയായി മാറാൻ പോവുകയാണ്. കാരണം ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന ആ സേവനം നിർത്തലാക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ അഭിമാനമായിരുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം അടുത്ത മാസം മുതൽ നിലയ്ക്കുകയാണ്. ഇനി മുതൽ സ്പീഡ് പോസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. കാലത്തിനനുസരിച്ച് തപാൽ സേവനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. അല്പം ചരിത്രം കേട്ടാലോ? 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് രജിസ്ട്രേഡ് പോസ്റ്റ് സർവീസ് ആരംഭിക്കുന്നത്. വിശ്വാസ്യതയും ഒപ്പം നിയമപരമായ സാധുതയും കാരണം കോടതികൾ, ബാങ്കുകൾ, സർവകലാശാലകൾ, സർക്കാർ സ്ഥാപനങ്ങൾ ഇവയെല്ലാം രജിസ്ട്രേഡ് പോസ്റ്റിനെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. അതായത് നിങ്ങൾ ഒരു രേഖ ഒരാൾക്ക് അയച്ചതിനും അത് അയാൾ കൈപ്പറ്റിയതിനുമുള്ള നിയമപരമായ തെളിവായിരുന്നു രജിസ്റ്റർ ചെയ്ത് ആ പോസ്റ്റ് തപാലിൽ അയക്കുക എന്നത്. സ്പീഡ് പോസ്റ്റിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? തപാൽ വകുപ്പ് പുറത്തിറക്കിയ പുതിയ നിർദ്ദേശം അനുസരിച്ച് 2025 സെപ്റ്റംബർ 1, അടുത്ത മാസം 1 മുതൽ രജിസ്ട്രേഡ് പോസ്റ്റ് സേവനം പൂർണ്ണമായി സ്പീഡ് പോസ്റ്റിൽ ലയിപ്പിക്കുകയാണ്. എല്ലാ സർക്കാർ വകുപ്പുകളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിനായി തയ്യാറെടുക്കണമെന്ന നിർദ്ദേശം പോസ്റ്റൽ വകുപ്പ് നൽകിക്കഴിഞ്ഞു. 1986 സ്പീഡ് പോസ്റ്റ് ആരംഭിക്കുന്നത്. അവർ തുടങ്ങിയപ്പോൾ മുതൽ വേഗത, മെച്ചപ്പെട്ട ട്രാക്കിംഗ് സംവിധാനം, കാര്യക്ഷമമായ ഡെലിവറി ഇതൊക്കെ കാരണം വളരെ ജനകീയമായി കഴിഞ്ഞു. പുതിയ മാറ്റത്തിലൂടെ രജിസ്റ്റേർഡ് പോസ്റ്റിന്റെ സുരക്ഷയും നിയമപരമായ സാധുതയും ഒപ്പം സ്പീഡ് പോസ്റ്റിന്റെ മികവും ഇത് ഉപയോക്താക്കൾക്ക് നൽകാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം നിർത്തലാക്കാനുള്ള പ്രധാന കാരണം ഉപയോഗത്തിൽ വന്ന വലിയ കുറവ് തന്നെയാണ്. ഡിജിറ്റൽ യുഗമായില്ലേ? ഇ-കൊമേഴ്സ്, സ്വകാര്യ കൊറിയർ കമ്പനികൾ ഇവയൊക്കെ വന്നതോടെ തപാൽ സേവനങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിട്ടത്. 2011-12 സാമ്പത്തിക വർഷത്തിൽ 244.4 ദശലക്ഷം രജിസ്റ്റേർഡ് തപാലാണ് ഉണ്ടായിരുന്നത്. 2019-20 ആയപ്പോഴേക്കും ഇത് 184.6 ദശലക്ഷമായി കുറഞ്ഞു. അതായത് ഏകദേശം 25% കുറവ്. കോവിഡിന് ശേഷം ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ വ്യാപകമായതും ഈ മാറ്റത്തിന്റെ ആക്കം കൂട്ടി. സാമ്പത്തികമായി സാധാരണക്കാരന് ഇതൊരു ബാധ്യതയാകുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ രജിസ്റ്റേർഡ് പോസ്റ്റിന് 25 രൂപ 96 പൈസയാണ് അടിസ്ഥാന നിരക്ക്. ഓരോ 20 ഗ്രാമിനും 5 രൂപ അധികമായി നൽകണം. എന്നാൽ സ്പീഡ് പോസ്റ്റിന്റെ നിരക്ക് 50 ഗ്രാം വരെ തുടങ്ങുന്നത് തന്നെ 41 രൂപയിലാണ്. രജിസ്റ്റേർഡ് പോസ്റ്റിനേക്കാൾ ഏതാണ്ട് 20 മുതൽ 25% അധികം വരും ഈ നിരക്ക് വർധന. ഇത് സാധാരണക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും കർഷകരെയും ഒക്കെ ബാധിക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ ഇപ്പോഴും തപാൽ ഓഫീസുകൾ തന്നെയാണ് ആശയവിനിമയത്തിനുള്ള പ്രധാന മാർഗം. താങ്ങാനാവുന്ന നിരക്കിൽ ലഭ്യമായിരുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് ഇല്ലാതാവുന്നത് അവർക്കൊരു സാമ്പത്തിക ഭാരമായി മാറിയേക്കാം. ഒരു സേവനം എന്നതിലുപരി ഒരു വികാരമായിരുന്നു നമ്മളിൽ പലർക്കും രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലേ? പഴമക്കാർക്ക് അതൊരു വേദനിക്കുന്ന ഓർമ്മയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പഴയ ആശയവിനിമയ രീതികളിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് ഇന്ത്യ മാറുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയായി മാറുകയാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ ഈ തീരുമാനം.